ചേട്ടാ അത് കുറച്ച് പൈസേൻ്റെ ആവശ്യം വന്നു. അത് നിങ്ങളോട് ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എത്ര വേണ്ടി വരും? 10 ലക്ഷം ഉറുപ്പ്യൻ്റെ ആവശ്യമുണ്ട്. തൽക്കാലം ഒരു 5 ലക്ഷമെങ്കിലും വേണ്ടി വരും. ഇല്ലെങ്കിൽ ഇഞ്ച കാര്യം പോക്കാണ്. 10 ലക്ഷം? അയ്യോ, ആ നിൻ്റെ അടുത്തുണ്ടാവുകടാ. ഇതിപ്പോൾ എൻ്റെ മോളെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കറിയാലോ, ആധാരം പണം വെച്ച് കൊണ്ട് എടുത്തുകൊണ്ട് വരിക. ഇതൊന്നും തരാൻ പറ്റില്ല, ഒന്നും തൊട്ട് കളിക്കാമല്ലോ, പെണ്ണുങ്ങൾ ഈ പറയും. എന്താ ചെയ്യുക ശിവേട്ടാ, അടുത്ത ആഴ്ച എനിക്കൊരു 10 ലക്ഷം വരാണ്ട്. ആ സ്ഥലം വിറ്റേ എനിക്കറിയാലോ. അപ്പോൾ ഇവൻ പറയാൻ നാളെ തന്നെ വേണമെന്ന് പൈസ. എന്താ ചെയ്യുക, കൊടുത്തില്ലെങ്കിൽ അലമ്പ് ടീമാണ്. നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? സോറിയാടാ, ഇത് തരാൻ പറ്റില്ല. ഞാൻ നിർബന്ധിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ ശിവേട്ടാ. എന്താടാ ശിവേട്ടാ, എന്താ അതൊക്കെ? നാളെ 5 ലക്ഷമെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഈ എന്തിനാ ബേജാറാന്ന്? എനിക്ക് അടുത്ത ആഴ്ച 10 ലക്ഷം റുപ്യ കിട്ടാനില്ലേ? എന്നാ ഇത് നാളെ തന്നെ കൊണ്ട് കൊടുക്ക് കേട്ടോ. അടുത്ത ആഴ്ച 5 ലക്ഷം റുപ്യ എനിക്ക് തന്നാൽ പോരെ? എന്നാ ഈ എന്തിനാ ബേജാറാ? ഞാനില്ലേ ഇവിടെ. ചേട്ടാ, നിങ്ങളിൻ്റെ ദൈവമാണ്. മരിച്ചാലും ഞാനത് മറക്കില്ല. ഈ സംഗ്രഹേണ്ട മോനുള്ള ഈ ഒരിക്കലും പറ്റുന്നത് എനിക്കറിയാം. ഞാൻ പറഞ്ഞാൽ റിങ് ചെയ്യുന്നുണ്ടല്ലോ. എത്ര പൈസ വിളിക്കുന്നു, ചങ്ങായി എടുക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ശിവേട്ടാ. സ്വാമിയാ. എന്താ പറ്റിയ ശിവേട്ടാ? നിങ്ങളിത് ഏത് ലോകത്താണ്? മോനെ പറ്റിച്ചടാ. ആ പൈസ ഇതുവരെ കിട്ടിയില്ല. ശിവേട്ടാ, ഓന് പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണ്ടേ? ഒരുപാട് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയ ആളല്ലേ. ഓൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ഓനൊരു ആത്മഹത്യൻ്റെ വക്കിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അതാണ് ഞാൻ ഓനെടുത്ത് കൊടുത്ത്. ഒരാഴ്ചയോട് തരാമെന്ന് പറഞ്ഞല്ലേ. എത്ര കൊല്ലമായി? 3 കൊല്ലം പോലെ. നിങ്ങൾ വിഷമിക്കേണ്ട ശിവേട്ടാ, നിങ്ങൾക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. ഞാൻ വരട്ടെ എന്നാൽ. ശരി. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിക്കും. എന്ത് വഴി കാണിക്കാനാ?